ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين بالنور. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആശയവിനിമയം നടത്താൻ നമുക്ക് നാവ് നൽകി എന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി കൊണ്ട് സംസാരിക്കുവാനും പരസ്പരം നന്മകൾ കൈമാറുവാനും ഒക്കെ നമുക്ക് ഈ നാവിലൂടെ സാധിക്കുമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതേ നാവ് കൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നുണ്ട്, വഹൽ യകുബുന്നാസ ഫിന്നാരി, നരകത്തിലേക്ക് ഏറ്റവും അധികം ആളുകൾ വീഴുന്നത് അലാ വുജൂഹിഹിം വഅലാ മനാഖിരിഹിം, അവരുടെ മുഖങ്ങളിലായിക്കൊണ്ടും അവരുടെ പാർശ്വഭാഗങ്ങളിലായിക്കൊണ്ടും ഒക്കെ മറിഞ്ഞ് നരകത്തിലേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുന്നു? ഹസാഇദ് അൽസിനതിഹിം, അവരുടെ നാവുകൾ സമ്പാദിച്ചു വെച്ചതുകൊണ്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട അവയവമാണ് നാവ് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾക്ക് ഒരാൾക്കും ഒരു വാക്കും സംസാരിക്കാൻ സാധിക്കുകയില്ല, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് നിരീക്ഷകന്മാർ അവരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടു. അവർ കേൾക്കാതെ നിങ്ങൾക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ പറയുന്നതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. മഹാനായ സഹാബി സഈദ് ബിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്താത്ത മൗഖൂഫായ ഹദീസാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല വാക്കുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരിൽ പ്രധാനപ്പെട്ട ഏഴാമത്തെ സ്വഹാബിയാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മർഫൂ ആയിക്കൊണ്ട് നബിയിലേക്ക് എത്തിയ രീതിയിലുള്ള ഹദീസ് ആയിക്കൊണ്ട് തന്നെയാണ് അതിന്റെ ഹുക്ം. അദ്ദേഹം പറയുകയാണ്, ഇദാ അസ്ബഹ റജുലു, ഏതൊരു മനുഷ്യനും പ്രഭാതമായി കഴിഞ്ഞാൽ ഫഇന്ന അഅ്ളാഅഹു, അവന്റെ അവയവങ്ങൾ, അവന്റെ എല്ലാ അവയവങ്ങളും തക്ഫിറു ലിസാൻ, നാവിന് കീഴൊതുങ്ങും എന്നാണ്. അവന്റെ എല്ലാ അവയവങ്ങളും നാവിന് കീഴൊതുങ്ങിക്കൊണ്ട് തഖൂലു, എന്നിട്ട് പറയും, ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓരോ അവയവങ്ങളും നാവിനോട് പറയും. ഞങ്ങളുടെ കാര്യത്തിലൊക്കെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിന്റെ സംസാരം നീ സൂക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ്, ഫഇന്നക, നിശ്ചയമായും നീ ഇനിസ്തഖംത, നീ എങ്ങനെ നേരെയായാൽ ഇസ്തഖംന, ഞങ്ങളും നേരെയാകും. നീ നേരെ നിന്നാൽ ഞങ്ങളും നേരെ നിൽക്കും. ഫഇൻ ഇഅവജജ്ത, നീ എങ്ങാനും വളഞ്ഞു പോയാൽ, നിനക്കെങ്ങാനും ഇവജുണ്ടായാൽ ഇഅവജജ്ന, ഞങ്ങളും വളഞ്ഞു പോകും. അതായത് ഞങ്ങളെ മുഴുവൻ നിയന്ത്രിക്കേണ്ടത് നീയാണ്. ഞങ്ങളെ മുഴുവനും നന്നാക്കുന്നതും നരകത്തിലെത്തിക്കുന്നതും നേരെയാക്കുന്നതും വളവുണ്ടാക്കുന്നതും ചീത്തയാക്കുന്നതും എല്ലാം നീയാണ് എന്ന് ഓരോ അവയവങ്ങളും വിളിച്ചു പറയും എന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ
നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ലാ യസ്തഖീമു ഈമാൻ അബ്ദിൻ, ഒരു അടിമയുടെ ഈമാൻ അത് നേരെയാവുകയില്ല ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ കൽബ് നന്നാവുന്നത് വരെ. വലാ യസ്തഖീമു ഖൽബഹു, അവന്റെ കൽബ് നന്നാവുകയില്ല ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് നന്നാവുന്നത് വരെ. കൽബിനെ നന്നാക്കുന്ന നാവാണ്. ആ കൽബിലാണ് നമ്മുടെ ഈമാൻ ഇരിക്കുന്നത്. ആ കൽബിലുള്ള ഈമാൻ അനുസരിച്ചുകൊണ്ടാണ്, അവിടെയുള്ള വിശ്വാസം അനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദും ശിർക്കും ഒക്കെ തീരുമാനിക്കുന്നത്. ഒരാളെ ശിർക്ക് ചെയ്യുക എന്നതല്ല, മറിച്ച് ശിർക്ക് പരമായിട്ടുള്ള വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവൻ മുശ്രിക്കായിക്കൊണ്ട് മാറി. അപ്പോ ആ കൽബ് എപ്പോഴും നന്നായിരിക്കണം. കൽബിനെ ചീത്തയാക്കുന്ന നാവാണ്. നമ്മുടെ നാവ് സംസാരിക്കുന്ന അനുസരിച്ചുകൊണ്ട് കൽബ് ദുഷിച്ച് പോയിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിസ്സാരമായി കാണുന്ന ചില വാക്കുകളായിരിക്കും ചിലപ്പോൾ നമ്മൾ നരകത്തിൽ എത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഒരു മനുഷ്യനൊരു വാക്ക് പറയുന്നു, അവന്റെ അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്ത അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട വാക്കായിരിക്കും. അവൻ ചിലപ്പോൾ അതിനെ നിസ്സാരമായ വിലയെ കൽപ്പിച്ചിട്ടുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടാവില്ല. ഒരു ദിക്റായിരിക്കാം, അല്ലെങ്കിൽ ഓരോ മനുഷ്യന് കൊടുക്കുന്ന ഒരു ഉപദേശമായിരിക്കാം, നിർദ്ദേശമായിരിക്കാം, ഒരു ഹിദായത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കാം. അവനത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ അതുമൂലം അവൻ സ്വർഗത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതേ സമയത്ത് ഒരു മനുഷ്യനൊരു വാക്ക് ഉച്ചരിക്കുന്നു, അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കാണ്. അത് ചെറിയ വാക്കായിരിക്കാം, ആരെങ്കിലും ഒരു ചീത്ത പേരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം കൊണ്ട് വരുന്ന എന്തെങ്കിലും വാക്കായിരിക്കാം. അത് അവന് ആ കാരണം കൊണ്ട് അവൻ മൂക്കുകുത്ത് നരകത്തിൽ വീഴും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ വളരെ നിയന്ത്രിച്ച് കൽബിൽ ചിന്തിച്ചതിന് ശേഷമാണ് നാവിലൂടെ പുറത്തേക്ക് വിടേണ്ടത്. നാവ് മുമ്പിൽ നിന്നാൽ നമ്മൾ ഒരിക്കലും വിജയിക്കുകയില്ല. കൽബാണ് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്, ഹൃദയമാണ് മുമ്പിൽ നിൽക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മുടെ വാക്ക് പുറത്തേക്ക് വരേണ്ടത്. അതല്ലാതെ പറഞ്ഞതിന് ശേഷം ഹൃദയം കൊണ്ട് ചിന്തിച്ച് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഈ നാവ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് ആ നാവിലൂടെ തന്നെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.